സോ ഇവിടെ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഐ വോണ്ട് ടു ക്രോസ് എക്സാമിൻ വൈ women are not coming out. Is it because of something related to religion or society, or does it actually have any scientific basis? എന്തുകൊണ്ട് സ്ത്രീകൾ മതപരമായ കാര്യങ്ങൾ കൊണ്ടാണോ സമൂഹത്തിന് മുന്നിലേക്ക് വരാത്ത, അതോ സാമൂഹികമായ കാര്യങ്ങൾ കൊണ്ടാണോ, അതോ ശാസ്ത്രീയമായിട്ട് അതിന് ശരിക്കും എന്തെങ്കിലും എക്സ്പ്ലനേഷൻസ് ഉണ്ടോ? സോ വി സ്റ്റാർട്ട് വിത്ത് റിലിജിയൻ. മതത്തിന്റെ കാര്യം നോക്കിയാൽ മിക്കവാറും ഉള്ള എല്ലാ മേജർ മതങ്ങളും സ്ത്രീകൾക്ക് ഇന്ന കാര്യങ്ങൾ വെച്ച് ജീവിക്കാൻ പറ്റുള്ളൂ, ഇന്ന കാര്യങ്ങളെ നിങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അവർ എപ്പോഴും എല്ലാ മതങ്ങളും, അത് ഏത് സെമിറ്റിക് മതം ആയിക്കോട്ടെ, ഹിന്ദുയിസം ആയിക്കോട്ടെ, whatever it may be, അവരെല്ലാവരും പറയുന്നത് സ്ത്രീന്റെ ഏറ്റവും വലിയ ഡ്യൂട്ടി വീട് നോക്കുക, കുടുംബം നോക്കുക, കുട്ടികളെ വളർത്തുക, അവരെ പഠിപ്പിക്കുക, be an example to your children, you raise them. So as an example, ഖുറാനില് സൂറത്ത് അൽ ബഖറയില് പറയുന്നുണ്ട്, and due to the wives is similar to what is expected of them, but what one has to notice, ഈ ആയത്തിൽ പറയുന്നു, but the men have a degree over them in responsibility and authority. Okay, പക്ഷെ ഇത് പറഞ്ഞാൽ അധികം ആർക്കും അത്ഭുതം ഉണ്ടാവില്ല, because everyone knows that Islam usually oppresses women. അതിന് സൗദി അറേബ്യയുടെ കാര്യം നോക്കിയാൽ മതിയല്ലോ അല്ലേ? So next is, in Bible one part says that I do not permit a woman to teach or to exercise authority over a man. Rather, she is to remain quiet. So a woman has to always remain quiet. She's not supposed to speak. Okay. Manusmritiil, it's even one degree ahead, I think. അവർ പറയുന്നു, ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു യുവതി അല്ലെങ്കിൽ ഒരു വയസ്സായ സ്ത്രീ ഒരിക്കലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല. അത് അവരുടെ വീട്ടിൽ പോലും അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല. അവരുടെ ഭർത്താവിൻ്റെയോ ഏതെങ്കിലും പുരുഷൻ്റെയോ വീട്ടിലെ അവരുടെ പുരുഷൻ്റെയോ പെർമിഷൻ കിട്ടിയാൽ മാത്രമേ അവർക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. 1000 Splendid Suns, it's one of my favorite books by Khaled Hosseini. അതിൻ്റെ അകത്ത് there's this quote that he has said, like a compass needle that points north, a man's accusing finger always finds a woman. Always. ഒരു പുരുഷന് എപ്പോഴെങ്കിലും കുറ്റം പറയാൻ തോന്നുമ്പോൾ അവൻ്റെ ചൂണ്ടുവിരൽ എപ്പോഴും ഒരു സ്ത്രീയുടെ മേലേ വീഴുകയുള്ളൂ എന്ന്. മതത്തിന്റെ കാര്യം അങ്ങനെ. സമൂഹത്തിന്റെ കാര്യം എന്താണ്? സാമൂഹികമായിട്ട് നോക്കുമ്പോൾ കൾച്ചേഴ്സും ട്രഡീഷൻസും ഒരു സ്ത്രീയുടെ സോൾ റോൾ ഒരു അമ്മയാവുക എന്ന് പറയുന്നതാണ്. ഈയിടെ ആ ഒരു ഇതിൽ ഇവിടെ I think it was Calicut University again, there was this big controversy for the Golden Mother Award. ഒരു അമ്മയായ സ്ത്രീക്ക് മാത്രം കൊടുക്കുന്ന റെക്കഗ്നിഷൻ്റെ അവാർഡ്. I really found that absurd. I mean, I read about it. I don't know, I think it was Calicut University, and അത് കോടതി വരെ പോയി. I don't know what happened later. എന്ന് വെച്ച് പുരുഷാധിപത്യപരമായ സമൂഹങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുണ്ടോ? അല്ല, സ്ത്രീകൾക്ക് ഒരു ആധിപത്യമുള്ള സമൂഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷേ പലപ്പോഴും patriarchal കാര്യങ്ങൾ കൊണ്ട് I'd say they drowned out. കാരണം due to invasions, trade, or somehow. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഇവിടെ നോർത്ത് മലബാറിലുള്ള കാര്യം തന്നെയാണ്. ഞാൻ കേട്ടിട്ടുണ്ട്, ബിഫോർ ഞാൻ കണ്ണൂരിൽ നിന്നാണ് ബേസിക്കലി. അപ്പം അവിടെ സ്ത്രീകളുടെ ഇറ്റ് യൂസ് ടു ബി എ matrilineal lineage for inheriting property. I don't know much about it, I've heard about it. Then how come it changed? Why did someone had to actually fight for women's right to property if it was there before? Now, ബയോളജി, ശാസ്ത്രത്തിൽ എന്താണ് പറയുന്നത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള കാര്യത്തെക്കുറിച്ച്? Are opposite genders, is a male and a female really that different? Is a man and a woman really that different? Since I'm a genetist, I mean training to be a genetist, ഞാൻ ആദ്യം തന്നെ ജെനറ്റിക്സിന്റെ ബേസിസിൽ എന്താണ് സ്ത്രീയും പുരുഷനും എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
നമുക്കെല്ലാവർക്കും അറിയാം, ഹ്യൂമൻ സെൽ ബേസിക്കലി വാട്ട് യു ആർ ഇസ് ഡിസൈഡഡ് ബൈ യുവർ DNA. നമ്മളൊരു മനുഷ്യനാണ് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ആസ് എ സ്പീഷീസ്, ബയോളജിക്കലി സ്പീഷീസ്. ഞാൻ ബാക്കിയുള്ള മനുഷ്യനാവാൻ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമാണ്. പക്ഷേ നമ്മൾ ഫിസിയോളജിക്കലി പറയുമ്പം ഒരു മനുഷ്യനാവാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ കാര്യം നിങ്ങളുടെ DNA ആണ്. ബിക്കോസ് ദാറ്റ് ഇസ് വാട്ട് ഇസ് ഗോയിങ് ടു ഡിസൈഡ് യുവർ നമ്പർ ഓഫ് ക്രോമസോംസ്, യുവർ DNA, വാട്ട് ആർ സീക്വൻസസ് ആർ ദെയർ, യുവർ ജീൻസ്. ദാറ്റ്സ് ഗോണ വാട്ട് ഡിസൈഡ് വെദർ യു വിൽ ബി എ ഹ്യൂമൻ ബീങ് ഓർ എ ചിമ്പാൻസി ഓർ വാട്ടെവർ. അപ്പം മനുഷ്യരിൽ യു ഹാവ് 23 pairs ഓഫ് ക്രോമസോംസ്, 23 pairs ഓഫ് ക്രോമസോംസ്, ടോട്ടൽ 46 ക്രോമസോംസ്. അതിൽ 2 ക്രോമസോംസിനെ ഞങ്ങൾ സെക്സ് ക്രോമസോംസ് എന്നാണ് വിളിക്കുന്നത്. ബിക്കോസ് ദാറ്റ് ഡിസൈഡ് വെദർ യു വിൽ ബി എ മാൻ ഓർ എ വുമൻ. അപ്പം എക്സ്, വി ആർ ഡിനോട്ടിങ് ഇറ്റ് ആസ് എക്സ് ആൻഡ് വൈ. നിങ്ങൾക്ക് 2 എക്സ് ക്രോമസോം ആണുള്ളതെങ്കിൽ നിങ്ങളൊരു സ്ത്രീ ആയിരിക്കും. ഒരു എക്സ് ക്രോമസോമോ ഒരു വൈ ക്രോമസോമോ ആണെങ്കിൽ നിങ്ങളൊരു പുരുഷനായിരിക്കും. ഈ അടുത്തിടെ ഈ വൈ ക്രോമസോം ഉള്ളത് കൊണ്ട് മാത്രമാണ് പുരുഷനാവുന്നത്. ഓക്കെ, അപ്പം ഈ വൈ ക്രോമസോം എവിടെ നിന്നാണ് പരിണമിച്ചത്? ഫ്രം വേർ ഡിഡ് ദാറ്റ് ഇവോൾവ്? ആൻഡ് ഇപ്പം ഇവല്യൂഷനിൽ ഈ വൈ ക്രോമസോമിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? 2003 ജീനോം ബയോളജിയിൽ വന്ന ഒരു പേപ്പറിൽ they actually had finished sequencing the Y chromosome, and Y chromosome sequences നിന്ന് അവർ കണ്ടുപിടിച്ചു എന്നാൽ they completely finished sequencing the Y chromosome, including the parts which were missed during the Human Genome Project in 2003, and they found that there were lots of sequences in Y chromosome that were similar to the X chromosome, nearly identical. So അപ്പം അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വൈ ക്രോമോസോം ഇവോൾവ് ചെയ്തതേ എക്സ് ക്രോമോസോമിൽ നിന്നാണ്. അല്ലാണ്ട് മുന്നേ മനുഷ്യ ജീവിവർഗം മമേലിയൻ പരിണാമത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ എക്സ് ക്രോമോസോം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വൈ ക്രോമോസോം ഉണ്ടായിരുന്നില്ല. മറ്റൊരു തിയറി, ഹൈപ്പോത്തിസിസ് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഈ എക്സ് ക്രോമോസോമിൻ്റെ ഒരു ഭാഗം അടർന്നു പോയിട്ടാണ് അത് വൈ ക്രോമോസോമായി മാറിയത് എന്ന്. നിങ്ങൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ തന്നെ ഈ വൈ ക്രോമോസോം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. Not that it is insignificant, it's very small and it has only one major gene, that's the SRY gene. Y ക്രോമോസോമിൽ ആകെ ഒരു മേജർ ജീനേ ഉള്ളൂ, SRY. ആ ജീനാണ് നിങ്ങൾ പുരുഷനാകുന്നത് തീരുമാനിക്കുന്നത്. ഈ SRY ജീനിൻ്റെ ഒരു പ്രതിരൂപം എന്ന് പറയാം വേറൊരു ജീൻ എക്സ് ക്രോമസോമിൻ്റെ മേലെയുണ്ട്. അതിൻ്റെ പേരാണ് ഡാക്സ് ജീൻ, DAX. ഈ ഡാക്സ് ജീന് പൊതുവെ SRY ജീനിനെ എവിടെ കിട്ടിയാലും അതിനെ അടിച്ചമർത്താൻ നോക്കുന്ന. ഡാക്സ് ജീൻ എക്സ്പ്രസ് ആയാൽ SRY ജീനിന് എക്സ്പ്രസ് ആവാൻ പറ്റില്ല. അപ്പം ഇൻ മെയിൽസ് there is usually only one DAX gene and somehow the SRY gene can mask itself. We call it gene masking usually. അപ്പം ഈ ഡാക്സ് ജീൻ അതുകൊണ്ട് പുരുഷന്മാരിൽ അധികം എക്സ്പ്രസ് ആവുന്നില്ല. പക്ഷെ സ്ത്രീകളിൽ ഡാക്സ് ജീൻ ഉണ്ടായിരിക്കും. ഇറ്റ്സ് ഇൻ ഡബിൾ ആഫ്റ്റർ ഓൾ. ആൻഡ് അനദർ വൺ മോർ തിങ് ഈസ് ദിസ് ഈസ് സംതിങ് റീസെൻറ്റ്. എനിക്കറിയില്ല എത്ര പേര് ഇവിടെ മാട്രിലിൻ്റെ ജീനോം എന്ന പുസ്തകം വായിച്ചിട്ടുണ്ടെന്ന്. അതിൻ്റെ അകത്താണ് ഒരു ചാപ്റ്ററിൽ ഈ സെക്സ് ക്രോമോസോം വാസിനെ കുറിച്ച് പറയുന്നത്. ആൻഡ് ഹി ഹാസ് ലിസ്റ്റഡ് സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ്. ചില ആളുകളുണ്ടാവും, like this has been actually proven that some people are there who are അവരുടെ ക്രോമസോംസ് എടുത്ത് നോക്കിയാൽ അവർ XY ആയിരിക്കും, പക്ഷെ അവർ പുറമേ കാണാൻ സ്ത്രീകളായിരിക്കും. എല്ലാ ഫിസിയോളജിക്കൽ ഫീച്ചേഴ്സും അവർക്ക് സ്ത്രീകളുടെ ആയിരിക്കും. ബട്ട് ദേ ഹാവ് എ Y ക്രോമസോം. ഇറ്റ്സ് നോട്ട്. വേറൊരു കേസ് ഉണ്ട് XY. ഇറ്റ്സ് നോട്ട് ദാറ്റ്. ഇറ്റ്സ് ജസ്റ്റ് ദീസ് പീപ്പിൾ ആർ നോർമൽ XY ബട്ട് ദേ ആർ സ്റ്റിൽ ഫീമെയിൽസ്. വൈ ഇസ് ദാറ്റ് സോ? അവർക്ക് ഈ ഡാക്സ് ജീൻ്റെ ഒരു കോപ്പി കൂടിയുണ്ട്. ഇറ്റ്സ് ഡ്യൂപ്ലിക്കേറ്റഡ്. അതുകൊണ്ട് സിൻസ് ദർ ആർ 2 copies ഓഫ് ഡാക്സ് ജീൻ, ദ SRY കാൻറ്റ് സ്റ്റാൻഡ് എനിവെയർ. അതുകൊണ്ട് അവർ ഫിസിയോളജിക്കലി ഫീമെയിൽസ് ആയി മാറുന്നു, irrespective of the fact that they actually have a Y chromosome. And another thing is, ഈ Y chromosome, let's call it Y chromosome എപ്പോഴും ഡാക്സ് ജീൻ്റെ അടുത്തുനിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് കൊണ്ടായിരിക്കാം. ഇറ്റ്സ് എ ഫാസ്റ്റസ്റ്റ് ഇവോൾവിംഗ് ക്രോമോസോം ഇൻ ദ ഹ്യൂമൻ ബോഡി. അവർ പറയുന്നത് Y ക്രോമോസോം ഡീജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഒരു പക്ഷേ ഡീജനറേറ്റ് ആയിട്ടാണ് ഇന്നത്തെ സൈസിൽ എത്തിയത്. ഇനിയും കൂടുതൽ ഡീജനറേറ്റ് ആയാൽ SRY ജീൻ അപ്പാടെ പോയാൽ എന്താ അവസ്ഥ എന്ന് ആലോചിക്കാവുന്നതാണ്.
It will be a female world. സ്ത്രീകൾ മാത്രമുള്ള ലോകം. മാത്രമല്ല, ഈ Y ക്രോമസോം ഒരു കുട്ടിയുടെ, ഒരു ഫീറ്റസിൻ്റെ വളർച്ചാഘട്ടത്തിൻ്റെ ആദ്യത്തെ 5 to 6 weeks Y ക്രോമസോം എക്സ്പ്രസ് ആവുന്നേ ഇല്ല. ആ സമയത്ത് ആർക്കും ജനറ്റിക് അനാലിസിസും കാരിയോടൈപ്പിംഗ് ഒന്നും ചെയ്യാനും പറ്റില്ല. അപ്പം വല്ല അൾട്രാസൗണ്ട് എടുത്ത് നോക്കിയാൽ ഈ കുട്ടി കാണുമ്പം ഫിസിയോളജിക്കലി പെൺകുട്ടിയായിരിക്കും. ദാറ്റ് അപ്ലൈസ് ടു എവ്രി വൺ. സോ വി വർ ഓൾ ഫീമെയിൽസ് വൺസ്. It's a fact. I'll show you a video regarding this, which is actually a cartoon, but still. So Mark Twain ഒരിക്കൽ പറഞ്ഞു, what would men be without women? Scarce, mighty scarce, because after all, man comes from woman. It's not the other way around, as Bible says. So ശാസ്ത്രീയമായിട്ട് നോക്കിയാൽ there is no difference between a man and a woman, at least when it comes to genes. ഓക്കെ, ജീനിനെ വിടാം. ബാക്കി കാര്യങ്ങൾ, അനാറ്റമിക്കൽ ഡിഫറൻസസ്, സെക്ഷുവൽ ഡൈമോർഫിസം, സ്ത്രീയും പുരുഷനെയും കാണാൻ വ്യത്യാസമാണ്. That's there. There are lots of physical factors that's different. At least one physical factor we know, SRY gene. Most of the physical factors are due to SRY gene only because that activates testosterone production. അപ്പം ഈ സെക്ഷുവൽ ഡൈമോർഫിസം മെയിനായിട്ട് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം, it's only in structure and function of the reproductive organs. Reproductive organsന്റെ വ്യത്യാസം മാത്രം, and related to that ഉള്ള മറ്റ് ഫിസിക്കലായിട്ട് പുറമെ കാണാൻ പറ്റുന്ന വ്യത്യാസങ്ങൾ മാത്രം. പിന്നെ ചിലർ പറയും കോഗ്നിറ്റീവ് ഫങ്ഷൻ, സ്ത്രീ ചിന്തിക്കുന്നതും പുരുഷൻ ചിന്തിക്കുന്നതും വേറെ രീതിയിലാണ്. ഈവൻ there are people who say that men have bigger brains than women. ഇത് പൊതുവെ എല്ലാവരും പറയുന്നതായിരുന്നു. ഐൻസ്റ്റീൻ്റെ ബ്രെയിനൊക്കെ വലുതായിരുന്നു, അതുകൊണ്ട് ഐൻസ്റ്റീൻ ഇത്രയും തിയറി ഓഫ് റിലേറ്റിവിറ്റിയും മറ്റൊക്കെ കണ്ടുപിടിച്ചത്. അതൊരിക്കലും ഒരു സ്ത്രീക്ക് കഴിയില്ല, കാരണം സ്ത്രീകളുടെ ബ്രെയിൻ ചെറുതാണെന്ന്. ബട്ട് ഇറ്റ്സ് നോട്ട് സോ. ആക്ച്വലി പുരുഷൻ്റെയും സ്ത്രീൻ്റെയും ബ്രെയിനിൻ്റെ സൈസിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. മെയിൻ ഡിഫറൻസ് ഇസ് ദർ ആർ റീജിയൻസ് ഓഫ് ദ ബ്രെയിൻ. ബ്രെയിൻ ഒരുപാട് റീജിയൻസ് ഉണ്ട്. അതിൽ ചില റീജിയൻസ് അത് ഓരോ ഇൻഡിവിജ്വലാണ്, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള മാത്രം വ്യത്യാസമല്ല. എൻ്റെ ബ്രെയിനിൻ്റെ ഓരോ റീജിയൻ്റെയും പോലെ ആയിരിക്കില്ല എൻ്റെ ജ്യേഷ്ഠൻ്റെയോ എൻ്റെ അച്ഛൻ്റെയോ ഈവൻ നിങ്ങളിൽ ഓരോരുത്തരുടെയോ ബ്രെയിനിൻ്റെ സൈസസ്. അത് ഓരോ റീജിയനും സ്പെസിഫിക് ആയിരിക്കും. ഒരാൾക്ക് ലാംഗ്വേജിന് മാത്രമുള്ള റീജിയൻ ആയിരിക്കും വലുത്, കുറച്ച് വലുത്. അത് ഒരു റീജിയൻ വലുതാണെന്ന് വെച്ചാൽ ബ്രെയിനിൻ്റെ മൊത്തം സൈസിലെ വലിപ്പമല്ല മാറ്റുന്നത്. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ദ റീജിയൻ ഇസ് സ്പ്രെഡ് ഔട്ട് ഓർ ഇറ്റ് ഹാസ്. ഈ ബ്രെയിനിന് മേലെ ഒരുപാട് ഗ്രൂവ്സ് ഉണ്ട്. വി കോൾ ഇറ്റ് സൾസ ആൻഡ് ഗൈറസ്, റൈറ്റ്? I mean, I'm not very well versed in neuroscience, but still I like the subject, so I read a lot in that subject. So ആ ഗ്രൂവ്സ് എത്രത്തോളം കൂടുന്നോ അതിൻ്റെ സർഫേസ് ഏരിയ, ദാറ്റ്സ് വാട്ട് ഡിറ്റർമൈൻസ് വാട്ട് ദാറ്റ് ദ ഫങ്ഷൻ ഇസ് ഓർ ദ ഫങ്ഷൻസ് ദ ഹൗ ഡീപ് ദാറ്റ് ഫങ്ഷൻ ഇസ്. അപ്പം ഓരോ റീജിയൻ്റെ സർഫേസ് ഏരിയൻ്റെ വ്യത്യാസം മാത്രമാണ്. അത് ഒരാൾക്ക് മാത്സിലായിരിക്കും, മാത്സിൻ്റെ റീജിയൻ ആയിരിക്കും വലുത്, ഒരാൾക്ക് ലാംഗ്വേജിൻ്റെ റീജിയൻ ആയിരിക്കും വലുത്, ഒരാൾക്ക് ക്രിയേറ്റീവ് റീജിയൻ ആയിരിക്കും വലുത്. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് വൺ ഇസ് ബിഗർ ഇൻ മെയിൽസ് ആൻഡ് വൺ ഇസ് ബിഗർ ഇൻ ഫീമെയിൽസ്. It can be interchanged. Anyways, it depends on an individual. Again, it depends on how an individual is brought up. ഒരാൾ ഒരുപാട് മാത്സിൽ ഒരുപാട് എക്സ്പോഷർ കൊടുത്ത് അയാൾ അത് ഇഷ്ടപ്പെട്ട് വളർന്നതാണെങ്കിൽ, ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ഇറ്റ്സ് എ മെയിൽ ഓർ എ ഫീമെയിൽ, ഒരു സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ദാറ്റ് പേഴ്സൺ ഇസ് ഗോയിങ് ടു ബി എ മാത്തമാറ്റീഷ്യൻ. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ വെദർ ഇറ്റ് ഹാസ് ടു ബി എ ബോയ് ഓർ ഗേൾ. സാധാരണ സ്കൂളിലൊക്കെ പഠിക്കുമ്പം ഐ വാസ് നോട്ട് വെരി ഗുഡ് വിത്ത് ഫിസിക്സ്. എനിക്ക് ഫിസിക്സ് ഒരിക്കലും അധികം ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നില്ല. കാരണം സ്കൂളിൽ ഒരിക്കലും എന്നെ ഫിസിക്സിൽ ഒരു ഡെറിവേഷനും നേരാവണ്ണം പഠിപ്പിച്ചിട്ടില്ല, ഒരിക്കലും ഒന്നും മനസ്സിലാക്കി പഠിപ്പിച്ചിട്ടില്ല. അത് അതേപടി ബൈഹാർട്ട് പഠിക്കുക, ബൈഹാർട്ട് പഠിച്ചത് അതുപോലെ പരീക്ഷ എഴുതാന്നുള്ള ഒരു പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് ഒരിക്കലും അത് മനസ്സിലാക്കി അതിൻ്റെ ഇംപ്ലിക്കേഷൻസ്, അതിൻ്റെ നേച്ചറിലുള്ള അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് മനസ്സിലാക്കി ഞാനൊരിക്കലും പഠിച്ചിട്ടില്ല. So naturally I don't like physics that much. But that doesn't mean that a woman can't study physics. There are physicists, women physicists. Okay, ഒരാൾ എങ്ങനെ പഠിക്കുന്നു, എങ്ങനെ വളരുന്നു എന്നത് കൂടി ഒരാളുടെ
പേഴ്സണാലിറ്റി ഷേപ്പ് ചെയ്യുന്നതിന് ഒരുപാട് സഹായിക്കും.